ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സവാളയും തക്കാളിയും ഒന്നും വഴട്ടാണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണ അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിത് പൊറോട്ടയുടെ കൂടെയാണ് സെർവ് ചെയ്യണത്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളുത്തുള്ളി തൊലി കളയാണ്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് എടുത്താലും മതി. തൊലി കളയാണ്ട് വെളുത്തുള്ളി നമ്മൾ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. പിന്നെ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. സവാള നമുക്ക് ഇവിടെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി സവാള ഒന്ന് പൊരിച്ചെടുക്കണം. ബിരിയാണിക്കൊക്കെ പൊരിച്ചെടുക്കണ പോലെ നമുക്ക് സവാള ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം ഞാനിത് 2 ബാച്ചായിട്ടാണ് പൊരിച്ചെടുക്കണത്. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് സവാള പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് കാണിക്കണില്ല കേട്ടോ, നമ്മൾ പല വീഡിയോസിലും സവാള പൊരിച്ചെടുക്കണത് കാണിച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 850 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചിക്കൻ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില അത് കയ്യിലൊന്ന് നല്ലോണം ഞെരടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ നീര് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയുടെ കുരു പെടാണ്ട് വേണം നീരൊഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല്ലാണ്ട് പൊടിയാവണമെന്നൊന്നുമില്ല, ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏതെങ്കിലും സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. എല്ലാ ഭാഗത്തും മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറഞ്ഞത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം വേണം നമുക്ക് കുക്കറിലിട്ട് വേവിക്കാനായിട്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ചിക്കൻ വേവിക്കാനായിട്ട് നോക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാള പൊരിച്ചെടുത്ത എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പോരാത്തത് നമ്മൾ സാദാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട, ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ ഒരു 2-3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം പാകത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ മിക്സ് ചെയ്തിട്ടുള്ള പാത്രത്തിൽ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ചിക്കനിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 വിസിലടിക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 വിസിലടിക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ചിക്കൻ 2 വിസിൽ അടിച്ച് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ഗ്രേവി എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും ജീരകവും കൂടി പൊടിച്ചിട്ടുള്ളത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചിക്കൻ്റെ ഗ്രേവിയുടെ അളവ് തീരുമാനിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും അതേസമയം ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.